ജൂലൈ 15 മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ. കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും. വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്. അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. രാത്രിയായാൽ കാട്ടാനക്കൂട്ടം വീട്ടുമുറ്റത്ത്. ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി നഗറിൽ കഴിഞ്ഞ ദിവസം കൂട്ടമായെത്തിയ ആനകൾ കുട്ടന്റെ വാഴകളും കവുങ്ങും നശിപ്പിച്ചു. നേരം പുലരുവോളം ആനക്കൂട്ടം വീടുകൾക്ക് സമീപം നിലയുറപ്പിച്ചു. കാട്ടാനക്കൂട്ടം വരുന്നത് കാണാൻ യാതൊരു മാർഗവുമില്ല. തെരുവ് വിളക്കുകൾ ഏറെ കാലമായി ഇവിടെ കത്തുന്നില്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും നോക്കുകുത്തി. രാത്രി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോ ആന വന്ന് തിന്നു പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് അതായത് ഞങ്ങൾക്ക് കറണ്ട് ഇരുന്നില്ല, വൈദ്യുതി ഉണ്ട്, അതും കത്തണില്ല. അപ്പൊ പെട്ടെന്ന് അത് ശരിയാക്കി പഞ്ചായത്തുകാർ ശരിയാക്കി തരികയാണെങ്കിൽ കറണ്ടും ഇല്ലല്ലോ. അപ്പൊ ആന വരുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. കൃഷിയൊക്കെ നശിപ്പിച്ചു പോയി. പറഞ്ഞാൽ ആർക്കും ബോധിക്കില്ല. അത് കണ്ടു പോയിക്കുന്നു. ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാന നടപടി എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കറണ്ട് വെളിച്ചം എന്താ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക്. പ്രദേശത്ത് വെളിച്ചമില്ലാത്തത് പല പ്രാവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിനെ കഴിഞ്ഞ വ്യാഴ്ച ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, രാത്രിയല്ലേ. ഇപ്പത്താണെങ്കിൽ ഇവിടെ കടന്നുറങ്ങാൻ തന്നെ പേടിയാ. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഒന്നാമത്തെ പോസ്റ്റ് ലൈറ്റ് രാമട്ടം വന്ന് നോക്കിപ്പോയിന്. അത് പിറ്റേന്ന് 6 മണിക്ക് കത്തുന്നാ അറിഞ്ഞത്. ഇതുവരെ കത്തിയിട്ടില്ല. മിക്ക ദിവസങ്ങളിലും ആനകൾ എത്തുന്നുണ്ട്. നേരം ഇരുട്ടിയാൽ ഒരാൾക്കും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. എംഇ ബേക്സ്, നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.